Hi guys, welcome back to my YouTube channel. Leah here. അപ്പം എനിക്കറിയാം ഇത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ ആണെന്ന്. കോളേജിലേക്ക് വരുന്നത് മാത്രം ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല, കുറച്ച് ബിസി ആയി പോയി. പിന്നെ നല്ലൊരു കണ്ടന്റ് വരട്ടെ, വെറുതെ ഒരു ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഓർത്തില്ല. ലൈക്ക് നല്ലൊരു കണ്ടന്റ് വരട്ടെ എന്നും കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. സോ അപ്പം ഇന്നത്തെ കണ്ടന്റ് അതെ തമ്മിലുണ്ട പോലെ ഓണം അറ്റ് നിഫ്റ്റ്. ഇന്ന് സെപ്റ്റംബർ 5, ഓൾമോസ്റ്റ് 6 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പം നാളെയാണ് നമ്മുടെ കോളേജിലെ ഓണം പരിപാടിയും കാര്യങ്ങളൊക്കെ. കോളേജിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നാളെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോൾ പോയി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ രാത്രി വന്നിട്ടും കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാം കൂടെ അങ്ങ് സെറ്റ് ചെയ്യാം. അപ്പം അവളുമാർ എന്നെ കടന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ പ്രാക്ടീസിന് അല്ലട്ടെ. അതാണ് നമ്മുടെ കോളേജ്. അവിടെ എന്തോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് ഹോസ്റ്റല്. നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ടായിരിക്കും കാണുന്നത്, കാരണം ഇവരൊന്നും ഇതിനും നിർത്തു പറയട്ടെ. പിള്ളേരൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. സോ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിർത്തും. ഇതൊക്കെ തമിഴ് പിള്ളേരാണ്. This is Harshini from Tirunelveli. Hi. Hi guys. Hi guys. Kavi, inga par. This is Kavita from Vellore. Okay. This is Nitya from Chennai. I'll introduce the rest. This is Adira from Tirunelveli. Okay. This is Anashwara from Kannur. Hello. PJ. One sec. This is PJ. Sri Lakshmi from Thrissur. Hi. Hello guys. This is Paro from Kochi. Ernakulam. This cultureless fellows എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് കളയും. And Bhumika say hi. This is Bhumika from Tiri. Huh? What you are asking about where I am from? Coimbatore. Tamil Nadu. Coimbatore. That's the team. ഇനി നമ്മുടെ രണ്ടുപേരും, നമ്മുടെ മെയിൻ 2 ടീംസും കൂടെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ടീം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇവരൊക്കെ ചാനലിൽ കാണുന്നത്. സ്റ്റിൽ വി ആർ ഡൂയിങ്. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെയാണ് നമ്മളൊരു 4-5 ഒരാഴ്ചയായിട്ടുള്ള പ്രാക്ടീസ്. ഗൈസ് നമ്മളുടെ വ്ളോഗൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ തമിഴ് പിള്ളേർക്ക് വ്ളോഗ് ആണെന്ന് പറ ഗൈസ്. ஓகே, இப்போ நம்ம எங்கே வந்திருக்கோம்னா லேயா ஹியர் சேனலில் இப்போ நாங்கள் பேசிகிட்டு இருக்கோம். இப்போ எங்களோட ஓணம் செலிப்ரேஷனில் நாங்கள் இப்போ வந்து டான்ஸ் ப்ராக்டிஸ் பண்ணிட்டு இருக்கோம். பட் அது டான்ஸாக இல்லையான்னு எங்களுக்கும் தெரியல. ட்ரை பண்ணிட்டு இருக்கோம். തമിഴൊക്കെ എനിക്കും தெரியும். എനിക്ക് தெரியாത്ത തമിഴ് എന്തെങ്കിലും ഉണ്ടോ? இப்போ நான் என்ன പറഞ്ഞ പോലെ കുറച്ച് മുമ്പ് യു സെഡ് സംതിങ്. that is what I said in Tamil. What I said was we are here for a Onam celebration dance practice. That is what I said. Guys, അതൊന്നും അല്ല പറഞ്ഞേ, എന്തോ പറഞ്ഞു നിങ്ങൾ. അത് നിങ്ങൾ ഒന്നുകൂടെ പറയാത്തെ. സത്യം പറ. നീ சொல்லிப்போ, நான் சொல்லல. വേസ്റ്റ് ചെയ്യല്ലേ. സോ രണ്ടുപേരും മിസ്സിംഗ് എന്നിട്ട് അവരെത്തിയിട്ടുണ്ട്. നിർഷ, ഹായ് പറ. ദിസ് ഇസ് നിർഷ ഫ്രം കന്യാകുമാരി. പേര് മീനാകുമാരി. നൈഫ് നോക്ക്, ഹായ് പറ. ഇതാണ് നമ്മുടെ ഡാൻസിന്റെ മെയിൻ അല്ലേ? നൈഫ് ഫ്രം തൃശ്ശൂർ. പ്രാക്ടീസിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഫുൾ വീഡിയോ നാളെ നമ്മൾ സ്റ്റേജിൽ കളിക്കുന്നത് ഞാൻ കുറച്ച് ഇതായിട്ട് ഈ വീഡിയോയിൽ വിടാം, പിന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് വിടാം. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു, റൂമിലേക്ക് പോവാം. എനിക്ക് പോയിട്ട് സാരിയല്ല ഹാഫ് സാരിയാണ്, അതെല്ലാം സെറ്റ് ചെയ്യണം. ട്രയൽ മേക്കപ്പ് നോക്കണം.
വല്ലതും കഴിക്കണം. വിശക്കുന്നു. 4 മണിക്ക് ലേറ്റായിട്ട് വന്നാലും ഒന്നും കഴിക്കാൻ പറ്റിയില്ല. നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതുവഴി പോയപ്പം ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 500 രൂപ ഇട്ടു. നോട്ടിഫിക്കേഷൻ. അപ്പം ഞങ്ങൾ തീണ്ടപ്പം അൽഫാം കഴിക്കുമ്പോൾ എക്സ്പെൻസീവ്. നമ്മളിവിടെ ഒഴിഞ്ഞിട്ടുള്ളൊരു റൂം കണ്ടുപിടിച്ചു. അതിനകത്തിരുന്ന് നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം തീർത്തു. ഇവിടെയാണ് ഇപ്പോഴത്തെ കമ്മച്ച് നടക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇവിടെ വന്ന് തന്നെ നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യും അല്ലേ പാറു? അതെ. സമയം 10:30. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഭർത്താവെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വന്നപ്പോൾ ഇത്ര സമയമായി. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ എൻ്റെ ട്രയൽ മേക്കപ്പ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാന്ന്. അങ്ങനെ അത് ചെയ്യാം, ചെയ്തിട്ട് കാണിച്ചു തരാം. വെയിറ്റ്. ദിസ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. ലിപ്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ ഓർത്ത് സംസാരിച്ചുകൊണ്ട് ചെയ്യാം. ബിക്കോസ് ഇങ്ങനെ ആൾക്കാർ സംസാരിച്ചുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്ന കണ്ടുണ്ടെങ്കിൽ അടുത്ത് വെക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഇറ്റ്സ് എ വിയർഡ് ആംഗിൾ ബട്ട് സ്റ്റിൽ യാ. അപ്പം പിന്നെ ലോങ് വീഡിയോസിന് റെലവൻ്റ് ആയിട്ടൊരു കണ്ടന്റ് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഓണം ഞങ്ങളുടെ ഡയറക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓണം മാത്രമേ പ്രോപ്പർ സെലിബ്രേഷൻ ആയിട്ട് ഉണ്ടാവുള്ളൂ എന്നാണ്. സോ യാ, അതങ്ങ് അടിച്ച് പൊളിച്ച് ചെയ്തേക്കാന്ന് ഓർത്തു. പിന്നെ ഓണം ഇസ് എ ബിഗ് തിങ് ഫോർ മീ. ഓണം, ബർത്ത്ഡേസ് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. സോ അതുകൊണ്ടാണ് 10:30 ഇരുന്ന് ഈ ഡ്രയർ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. ലിപ് ലൈനർ, ലിപ്സ് ലൈറ്റ് ആക്കിയിട്ട്, കാരണം എൻ്റെ ഒരു ഗുഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇല്ല. ഐ ഹാവ് ടു ഗെറ്റ് വൺ സൂൺ. സോ ലിപ്സ് കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് കണ്ണ് കുറച്ച് സെറ്റാക്കാന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഐ മേക്കപ്പ് ആകുമ്പോൾ കുറേ നേരം ഇരുന്നോളൂ. എൻ്റെ ലിപ്പിലൊക്കെ 10 സെക്കൻഡ് കഴിയുമ്പോൾ പോകും. എൻ്റെ ലിപ്സ്, ദിസ് ഈസ് ഇറ്റ് ലിപ്സ്. ഇതാണ് ഫേസിൽ വന്നിട്ടുള്ളത്. സോ എനിക്കിനി ഹെയർ നോക്കണം. ഹെയർ ഞാൻ ഒത്തിരി വിയർക്കുന്ന ഒരാൾ, ദിസ് ഇസ് എ വിയർഡ് ആംഗിൾ. ഞാൻ ഒത്തിരി വിയർക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ട്രൈപ്പോഡ് ശ്രമിക്കാം. ഒത്തിരി വിയർക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ ഓണം തുള്ളലും പരിപാടി എല്ലാം കൂടെ വരുന്ന കാരണം ഇറ്റ്സ് പ്രെറ്റി ഹാർഡ് ഫോർ മീ. സോ മുടി കെട്ടി വെക്കാന്നുള്ളതാണ് എൻ്റെ ഡിസിഷൻ. സോ ഞാൻ എങ്ങനെയല്ല ഞാൻ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഞാൻ ലാസ്റ്റ് ഓണത്തിന് കിട്ടിയ സെയിം ഹെയർ സ്റ്റൈൽ മാത്രമേ ഓർമ്മയുള്ളൂ. അത് തന്നെ ഞാൻ ഇടയ്ക്കിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ കെട്ടിയിട്ടുള്ളൂ. സെയിം സാധനം തന്നെ കെട്ടാനേ എനിക്ക് അറിയത്തുള്ളൂ. ഐ മീൻ ഇറ്റ് ലുക്സ് ഗുഡ് ഓൺ മീ. സോ എന്താ പറയുക, പുതിയൊന്നും ട്രൈ ചെയ്യാനുള്ളൊരു മടിയും ഉണ്ട്. പകരം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡിസ്കോ ബാൻഡ് ഇട്ടിട്ട് ഇവിടെ പൂ ഇങ്ങനെ വെക്കാം. ഒരു കഴിഞ്ഞ വർഷത്തൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇനി നമ്മൾ സ്ട്രൈറ്റർ എടുക്കുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ ചുരുട്ടുണ്ട്, കുറച്ച് നല്ലത് പോലെയാണ് കിടക്കണേ, ഒന്നും ചെയ്യുന്നില്ല. ദിസ് ഇസ് ദ ഹെയർ. ഇനി കമ്മൽ ഇതിന് മാച്ചിങ് ആകുമോ നോക്കട്ടെ. ഇതാണ് എൻ്റെ ഇയറിങ്സ്. മാലയില്ല, ജസ്റ്റ് ഇയർ പീസ്, പിന്നെ ഒരു കയ്യിലൊരു പീസ് ഉണ്ട്. സെയിം. പുതിയതായിട്ട് ഈ ഓണത്തിൻ്റെ ഇതിനു വേണ്ടി വാങ്ങിച്ചത് ഈ കമ്മൽ മാത്രമാണ്. അതൊന്ന് പറശ്ശിനിക്കടവ് പോയപ്പം വാങ്ങിച്ചതാണ്. ഇവിടെ ഞാൻ ഇത്രയും ഒട്ടിക്കുന്നില്ല, ഇവിടെ കുറച്ചുകൂടെ പൊക്കി വയ്ക്കും. ലുക്ക് ഗുഡ്. ഐ തിങ്ക് ഇത്രയും വല്ലതും മതി, എനിക്ക് അധികം വേണ്ട. ഇതെനിക്ക് അറിയാത്ത പരിപാടിയാണ്. ഐ എം ഫിഗറിങ് തിങ്സ് ഔട്ട്. ഇതിന് പിന്നെല്ലാം വേണ്ടത് ഐ ക്വിറ്റ്. എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടി. I'll go and ask them for help. ഇതാണ് നമ്മുടെ ട്രയലിന് വന്നിട്ടുള്ള ലുക്ക്. സോറി, ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഇതിലും ബെറ്ററായിട്ട് നമ്മൾ ഉടുക്കും. ദിസ് ഇസ് ജസ്റ്റ് ട്രയൽ തിങ്. നാളെ സെറ്റ്. ഇവിടെ നമ്മൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു റൂമിൽ എല്ലാവരുടെ, അതെ പി ജെയുടെ കഷ്ടപ്പാടും, അതെ അതിന് ഇച്ചിരി കഷ്ടപ്പെട്ടു. പി ജെയുടെ ഒത്തിരി കഷ്ടപ്പാട് കാരണമാണ് ഇതെല്ലാം. എല്ലാവരും അവരവരുടെ സാരി സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെയിറ്റിംഗ്. ഒരു ഫ്രീ റൂം നമ്മളെങ്ങനെയോ കണ്ടുപിടിച്ചു. നമ്മൾ പാട്ടിട്ട് വൈബ് ചെയ്തുകൊണ്ടാണ്. രാത്രി എത്ര മണിയാണ്? 11:30 എന്തോ.
അരി ഡ്രിപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കുറച്ച് സ്കിൻ കെയർ ആവാൻ ഗൈസ്. ഞങ്ങളുടെ മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇപ്പോഴും സാരി എടുത്തോണ്ടിരിക്കാം. ഹെൽപ്പിംഗ് ദം വിത്ത് ദാറ്റ്. കുളിച്ചു. അപ്പം ഇനി പോയി കിടന്നുറങ്ങാം. ഇനി 12:57 ഗൈസ്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ബൈ ബൈ. പീജ വന്ന് എണീപ്പിച്ച് നമ്മളോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. അത് കഴിഞ്ഞാൽ സെറ്റ് റെഡിയാവാം. സമയം 7 മണി. ബിഗ് ബോസ് പോലുള്ള എനിക്ക് സമയം പറയുന്നത് കേട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് ലൈറ്റിംഗ് ഇല്ല. നമുക്ക് മേക്കപ്പ് വെക്കാൻ നോക്കിയിടാൻ. ഇത് ഈ അറ്റത്തോട്ട് വെച്ച് ഈ ഉള്ള ട്യൂബ് കൊണ്ട് വല്ല പ്രയോജനമൊന്നുമില്ല. ഈ അറ്റത്തോട്ടുള്ള ഈ ലൈറ്റ് വെച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യാറ്. എഴുതുന്നുണ്ട് 8 മണി. ഞാൻ എൻ്റെ ലിപ്സ് ഒഴിച്ച് ബാക്കി ഫുൾ ഫേസ് ചെയ്തു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ലിപ്സും ഡ്രസ്സും ചെയ്യാൻ ഓർത്തിരിക്കുന്നത്. ഫേസ് മേക്കപ്പ് ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ വന്നേക്കാം. ആലു പൊറോട്ടയാണ്, പക്ഷെ എനിക്കിത് മതി. എനിക്കിത് ഇഷ്ടം. പിള്ളേരൊക്കെ ഗിവിങ് വിയേർഡ് ലുക്സ്, കാരണം ഞാൻ ഈ ജേഴ്സിയും മേക്കപ്പും കൂടി ഇട്ടിട്ട്. ഷോണല്ലേ. ഇത് ബ്രെഡും ജാമും ഇവിടെ ബ്രെഡും ബട്ടറും ഉണ്ട്, അതാണ് എനിക്കിഷ്ടം. സ്പീജനെ സാരി എടുപ്പിക്കുന്ന ഇവിടുത്തെ നമ്മുടെ ആൻറ്റിമാരാണ് ഗൈസ്. ഇനി അതിലേക്ക് കൊടുക്കാറുണ്ട്. റെഡിയായി കഴിഞ്ഞു. ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഇനി പോയിട്ട് നമുക്ക് കുറച്ച് മുടി കഴിച്ച് ഫോട്ടോ എടുക്കാൻ നോർത്തു. മുടി അത് കഴിഞ്ഞ് ഒന്ന് കെട്ടാം. പുറത്ത് ഹോസ്റ്റലിൻ്റെ പുറത്ത് സ്പോട്ട് ഉണ്ട്. മുഖം കാണുന്നില്ലായിരിക്കും. പൂ കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പോയി പൂ വെക്കട്ടെ. വിയർത്ത് ഞാൻ പെട്ടെന്ന് കേൾക്കുന്ന കാരണം 5 മിനിറ്റ് പുറത്ത് വന്നപ്പോൾ ഹായ് PJ, ആർ യു എക്സൈറ്റഡ് ഫോർ നിഫ്റ്റിലെ ഫസ്റ്റ് ഓണം? സെറ്റ് കഴിഞ്ഞു. ഇത് കഴുത്ത് ഭയങ്കര ബോറായിട്ടിരിക്കുന്ന ആരോടാണ് ഞാൻ പോയി പാറുവിൻ്റെ അടിച്ചു മാറ്റി അവളോട് പറഞ്ഞിട്ട് പോലുമില്ല. അതിന് പോയി പറയണം. പിന്നെ നമ്മൾ PJനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നേരെ കോളേജ്. നമ്മൾ ആദ്യയുടെ റൂമിലാണ്. ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. സെറ്റ് സെറ്റ്. കവി ഇവരൊക്കെ തമിഴ് പിള്ളേരാണ് കേട്ടോ. നിങ്ങൾ 3 എണ്ണം തിരുവനന്തപുരം. ഇത് കവി. It's your first time celebrating Onam? Yes, first time. Excited? So excited. I had that food thing. Sadhya. I'm so excited about food. ഫുഡ് കൂപ്പൺ എടുത്തിട്ട് തന്നെ എല്ലാം കഴിക്കാൻ പറ്റൂല. ഹർഷിനി, ഹാവ് യു സെലിബ്രേറ്റഡ് ഓണം ബിഫോർ? My ID card is missing. Yes. വാവ്. നിന്റെ കയ്യിലിരിക്കുന്ന അറിയാം. അപ്പം It's mine. This is Leah's. This is yours. And Nadira's. PJ I wore it yesterday. സെറ്റ്. എവ്രിവൺ ഈസ് സോ പ്രിറ്റി ഗേൾസ്. ഇനി കോളേജിൽ പോയി ബാക്കിയുള്ളവരെ കൂടെ വായി നോക്കണം. എല്ലാവരും ഒരു ഫോട്ടോഷൂട്ട് സെക്ഷൻ ആക്കിയാണ് കോളേജിൽ. കാറും കൂവും വേളമൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് പോകണം. അതുതന്നെ ഞങ്ങൾ രണ്ടും ഞാനും വിജയം കൂടെ മാത്രം പുറത്തേക്ക് ഇറങ്ങി. പുലികളിയുടെ ഒരുക്കങ്ങളാണ്. ഇതാണ് ആദിത്യൻ. അതിന്റെ ഹായ് പറ. പർപ്പിള് പുലി. ഇത് ഇവിടുത്തെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ആചാരമാണ്. ഓക്കെ 1 2 3 ഹാപ്പി ആണെന്ന് പറയണം. 1 2 3. കോളേജിലേക്ക് എത്തി. കോളേജിനോട് കാണിച്ചു കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പിള്ളേരുടെ കുറേ നാളത്തല്ല 2 ദിവസത്തെ കുറേ പണിയാണ്. അതെ, ഇതായിരുന്നു റൗണ്ട് 1 തുള്ളൽ. ഞാൻ തുള്ളാനൊന്നും പോയില്ല. ഞാൻ ഫുൾ വീഡിയോ എടുക്കലും കാര്യങ്ങളായിരുന്നു. അവളുമാരൊക്കെ മെയിൻ തുള്ളലായിരുന്നു. അവിടെ കിടന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തു. സൈനുവിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഐ ആം ദ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ കം ഫോട്ടോഗ്രാഫർ ഓഫ് ദ ബാച്ച്. ഞാൻ പോയി എടുക്കട്ടെ. എനിക്ക് എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ഞാൻ എൻ്റെ ഫോട്ടോ ഒന്നും മിക്കവാറും പോസ്റ്റ് ചെയ്തില്ല. മിക്കവാറും ഒരെണ്ണോ. പിന്നെ 3rd ഇയേഴ്സിൻ്റെ എൻട്രിയും നാസറ്റുകളൊക്കെ വെച്ച് സെക്കൻഡ് റൗണ്ട് തുള്ളലായിരുന്നു. അതിന് ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു ശരിക്കും. തുള്ളി ക്ഷീണിച്ച് പണ്ടാരോടങ്ങിയിരിക്കുവാണ്. പീപ്പിൾ ഇവിടുത്തെ ആൾക്കാരെ കാണാൻ ഭയങ്കര ഭംഗി.
അതിനെന്താ പറയാ അവര് എന്താ പറയുക അതെല്ലാം കഴിഞ്ഞ് ചെവിയെല്ലാം അടഞ്ഞ് ഊഞ്ഞാലൊക്കെ ആടി ഗൈസ് അതിൻ്റെ ചെറിയ ക്ലിപ്പ് ഇടാം കാരണം പോർട്രേറ്റ് വീഡിയോ എടുത്തേക്കണം ഹീലിംഗ് മൈ ഇന്നർ ചൈൽഡ്. പുതിയ ന്യൂസ് കിട്ടിയത് നാസിക്കോലായിരുന്നു. 4th ഇയേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. 4th ഇയേഴ്സ് വന്നിട്ട് അടുത്തത് ചെങ്കാരിമേള ഉണ്ടോയെന്ന് പറയുന്നത്. ഞങ്ങളൊന്ന് പട്ടിയാവും. ഞാനും ഓർത്ത് അതിനാണോ പറയുന്നത് ശിക്കാരി വേണം ചെണ്ടുള്ള ശിക്കാരി വേണം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ ചെറുക്കന്മാർ പുലികളിയും മാവേലിയും 4th ഇയേഴ്സും ഒക്കെ വന്നു ശിങ്കാരിമേളമായിട്ട്. അതിനും മെയിൻ തുള്ളൽ ഞാനും കൂടി ഒരു പരിസരബോധം ഇല്ലാണ്ടുള്ള തുള്ളലായിരുന്നു സെറ്റ്. അത് കഴിഞ്ഞ് ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഒരുപോലെ ഉണ്ടായിരുന്നു. ഒരു മെഗാ തിരുവാതിര പോലെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടുകൊണ്ട് വന്നത് കൂടുതലും മലയാളി പിള്ളേരല്ല നോൺ പിള്ളേരാണ്. തുള്ളലും കഴിഞ്ഞ് എല്ലാവരും ചത്തിരിക്കുക. ഗംഗുബായ് ഫ്രം മീഷോ. ബാനറിന്റെ എന്തോ പരിപാടി ഉണ്ട്. എന്തോ പരിപാടി ഉണ്ട്. ശബ്ദ ഗൈസ് നോക്കുന്നു. വെയിലായതുകൊണ്ട് എല്ലാവരും മേളിൽ കയറിയിരിക്കുകയാണ്. ഇതായിരുന്നു ബാനർ റിവീൽ. തകൃതാളം എന്നായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. സദ്യയുടെ കൂപ്പണും പിടിച്ച് പടിവാദിക്കാർ കാത്തു നിൽക്കുകയാണെങ്കിൽ കുറച്ചധികം നേരമായി വിശക്കണു. സമയം 1:45. അങ്ങനെ അതിസാഹസികമായി ഞങ്ങൾ ഫുഡ് കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു? സോഫാർ എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നു. പക്ഷെ നടുവേദന എടുക്കുന്ന കരുവേദന എടുക്കുന്നു. 3 റൗണ്ട് ചുമ്മാ എൻ്റെ കാല് പോയി. തകർത്താലും തകർത്തി പരിപ്പ് കിട്ടിയില്ല. അതെനിക്ക് നല്ല വിഷമായി. എനിക്ക് നല്ല സന്തോഷം. 3 മണിക്ക് വന്ന് കയറി 2:30 വന്ന് കയറിയതാ. എല്ലാരും കിടന്നുറങ്ങി. ഇപ്പം സമയം 4 മണി എന്തോ ആയി. തിരിച്ച് കോളേജിൽ പോവാം. ഇവിടെ എന്തൊക്കെയോ പരിപാടി എല്ലാം കഴിഞ്ഞു. വി മിസ്ഡ് ഔട്ട് ബെറ്റ്. കുറച്ച് പോയി, ബാക്കി പോയി കാണുന്നു. ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട് ഇത് കഴിഞ്ഞ്. ഞങ്ങൾ 3ാമത്തെ ഡാൻസിൽ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. കാണിച്ചു തരാൻ പറ്റില്ല. അതേപോലെ കാണിക്കാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും ഷൂസ് എല്ലാം ഇട്ടു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ പാവാട ഭയങ്കര നീട്ടക്കൂടുതൽ. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കറക്റ്റ് സമയത്ത് വടംവലിയാണ്. ഫസ്റ്റ് ഇയർ വേഴ്സസ് 3rd ഇയർ. അങ്ങനെ നമ്മുടെ വടംവലി തുടങ്ങി. വടംവലി ആദ്യം ഗേൾസിൻ്റെ ആയിരുന്നു. ഫസ്റ്റ് ഇയേഴ്സ് വേഴ്സസ് 3rd ഇയേഴ്സ്. അതെന്തായാലും ഫസ്റ്റ് ഇയേഴ്സ് തോറ്റുപോയി. അതിലൊന്നും കാര്യമില്ല. പക്ഷേ നമുക്ക് കാണാനും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ഓണത്തിനുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിള്ളേരുടെ ചെക്കന്മാരുടെ വലംവലിയാണ് ഗൈസ്. ഫസ്റ്റ് ഇയേഴ്സ് വേഴ്സസ് 3rd ഇയർ. ഞങ്ങള് അവിടുത്തെ വടംവലി എല്ലാം കഴിഞ്ഞു. മനോരെ കിട്ടിയാണ് വടംവലിക്കകത്ത്. ഇതാണ് മൻപ്രീത്, നമ്മുടെ കൂട്ടത്തിലെ മൂത്ത പുത്രൻ. അതെ, എനിക്കിതൊക്കെ പറയാൻ പറ്റണില്ല. ഇല്ല. അപ്പൊ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ അടുത്ത പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞായിരുന്നു ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് അടിപൊളി ഒരു ആംഗിൾ കിട്ടിയെന്ന് ഞാൻ പറയൂല, പക്ഷെ ഉള്ളത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ പെർഫോമൻസ്. ഇവിടെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ ഡാൻസിന് വൈബ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ താരം ബാക്കിയുള്ള ഡാൻസിന് വൈബ് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലേ പാറു? അതെ അതെ, നൈഫാണ് നമ്മുടെ താരം. അല്ലേ? നൈഫല്ലേ നമ്മുടെ താരം? നൈഫിന് ഫാൻ ബേസ് കൂടി. അത് കഴിഞ്ഞ് കോളേജിൽ വീണ്ടും കൾച്ചറൽസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാത്തിനും ഓൾമോസ്റ്റ് എല്ലാത്തിനും തുള്ളി എൻജോയ് ചെയ്തു. ഒരു സീൻസ് ആണ് കാണിച്ചു തരാം. ഇവിടുത്തെ ഡി ജെ ഉണ്ടെന്ന്, പക്ഷെ ഡി ജെയുടെ എനക്കൊന്നും കാണുന്നില്ല. അത് കാരണം നമ്മളിവിടെ ഓഡിറ്റോറിയത്തിനവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. 9 മണി വരെ കർഫ്യൂ. അപ്പോൾ കയറാൻ ഓർത്തു. അസ്മി നോർമൽ ഡി ജെ നൈറ്റ്സ് ഇങ്ങനെ അല്ല ഇരിക്കുന്നത്, പക്ഷെ ഇതിപ്പോൾ എല്ലാവർക്കും ഒരു ഓളം ഇല്ലാത്ത പോലെ. ശോകം.
DJ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഒത്തിരി ഡാൻസ് ചെയ്തു. ഇന്നത്തെ ദിവസത്തിൽ പകുതിയിലേറെ ഡാൻസ് ചെയ്താണ് സമയം പോയത്. ഒത്തിരി എൻജോയ് ചെയ്തു ശരിക്കും. ഗൈസ്, പിറ്റേ ദിവസം രാവിലെയായി. ഇന്നലെ വന്ന ക്ഷീണത്തിൽ DJ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തുള്ളി വന്ന ക്ഷീണത്തിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വന്നു കിടന്നു, അത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഒന്നും എടുക്കാനുള്ള എനർജി ഇല്ല, ചാർജും ഇല്ലായിരുന്നു ഫോണിന്. അപ്പം പിറ്റേ ദിവസമായി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്കൊത്തിരി ഇഷ്ടമായി. ഇന്നലത്തെ ഒരു ദിവസം ഫുൾ നിഫ്റ്റിലെ ഓണം അടിച്ചു പൊളിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.